നമസ്കാരം. വിവാഹ ആവശ്യത്തിന് വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയും ആഭരണ പ്രേമികളെയും വ്യാപാരികളെയും ഒരേപോലെ നിരാശയിലാഴ്ത്തി സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്. രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ കുറച്ച് ഔൺസിന് $3076 എന്ന റെക്കോർഡ് ഇന്ന് $3086 തിരുത്തിയപ്പോൾ കേരളത്തിലും പിറന്നത് പുത്തൻ റെക്കോർഡാണ്. ഇന്നലെ കുറിച്ച് ഗ്രാമിന് 8340 രൂപയും പവന് 66,720 രൂപയും എന്ന റെക്കോർഡ് ഇനി മറക്കാം. ഇന്ന് പുതിയ വിലയാണെന്ന് മാത്രമല്ല, പവൻ 67,000 രൂപ എന്ന നാഴികക്കല്ലിന് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. വിവാഹാഭരണങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നവരെയാണ് ഈ വിലക്കയറ്റം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. 2 പവന്റെ താലിമാലയ്ക്ക് പോലും മിനിമം 1.5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്ന സ്ഥിതിയാണ്. ഇന്ന് കേരളത്തിൽ ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 8360 രൂപയിലെത്തി. പവന് 160 ഉയർന്ന് 66,880 രൂപയും 67,000 രൂപയിൽ നിന്ന് വെറും 120 രൂപയുടെ അകലം മാത്രം. ലോകത്തെ സാമ്പത്തിക അനിശ്ചിതത്വം, ഓഹരി കടപ്പത്ര വിപണികളുടെ തളർച്ച, യുദ്ധം, രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലെ അസ്വാരസ്യം തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ കിട്ടാറുണ്ട്. അതായത് മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടം ഭയന്ന് പിന്മാറുന്ന നിക്ഷേപകർ പ്രതിസന്ധിയിലൊക്കെ മാറും വരെ തൽക്കാലത്തേക്ക് ആ പണം ഗോൾഡ് ETF പോലുള്ള നിക്ഷേപ പദ്ധതികളിലേക്ക് മാറ്റും. സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ പൊതുവെ ഭേദപ്പെട്ട നേട്ടം നൽകാറുണ്ടെന്നതും അവർ കണക്കിലെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്വർണത്തിലേക്ക് നിക്ഷേപം ഒഴുകുമ്പോൾ വില കുതിക്കും. ഇതിനെല്ലാം പുറമെ കരുതൽ ശേഖരത്തിലേക്ക് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിച്ചേർക്കുന്നതും ആഭരണം എന്ന നിലയിൽ ഉത്സവ വിവാഹ സീസണിൽ ലഭിക്കുന്ന ഡിമാൻഡും സ്വർണ്ണവില വർധനയുടെ ആക്കം കൂട്ടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇവിടെയും വില്ലനായിട്ടുള്ളത്. US പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റ ട്രംപ് തുടക്കമിട്ട താരിഫ് യുദ്ധമാണ് സ്വർണത്തിന് കൂടുതൽ ഊർജ്ജമാകുന്നത്. അമേരിക്കയിലെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ കനത്ത ഇറക്കുമതി തീരുവയാണ് ട്രംപ് അടിച്ചേൽപ്പിക്കുന്നത്. ഇത് പല രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. പല രാജ്യങ്ങളും അമേരിക്കയോടുള്ള സമീപനം മാറ്റുന്നത് നയതന്ത്ര വ്യാപാര ബന്ധങ്ങളെ ഉലയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള സാധ്യതയും ശക്തമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റെക്കോർഡുകൾ തകർത്തുള്ള വിസ്മയ കുതിപ്പാണ് സ്വർണം നടത്തുന്നത്. 2024 മാർച്ച് 29-ന് പവന് 50,400 രൂപയായിരുന്നു വില. അതുമായി താരതമ്യം ചെയ്താൽ ഒരു വർഷത്തിനിടെ കൂടിയത് 16,480 രൂപയാണ്. ഗ്രാമിന് 2,060 രൂപയും. 2025 ഇതുവരെ പവന് 10,000 രൂപ കൂടി, ഗ്രാമിന് 1,250 രൂപയും. ഈ മാസത്തെ കണക്കും അമ്പരിപ്പിക്കും. പവന് 3,360 രൂപയും ഗ്രാമിന് 420 രൂപയുമാണ് ഈ ഒരൊറ്റ മാസത്തിൽ വർദ്ധിച്ചത്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ചാർജും കൂടി ചേരുമ്പോഴാണ് വില കൂടിയതിന്റെ ഭാരം ശരിക്കും അറിയുക. 3% പണിക്കൂലിയും 53.10 രൂപ ഹോൾമാർക്ക് ഫീസും പണിക്കൂലിയും ചേർത്ത് 72,385 രൂപ കൊടുത്താലേ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാനാകൂ. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 9,048 രൂപയും വേണം. നേരത്തെ സ്വർണ്ണവില കുറഞ്ഞു നിന്നപ്പോൾ മുൻകൂർ ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയവരെ ഈ വിലക്കയറ്റം ബാധിക്കില്ലെന്ന നേട്ടവുമുണ്ട്. കാരണം ബുക്ക് ചെയ്ത ദിവസത്തെയും വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണ്ണാഭരണം വാങ്ങാം എന്നതാണ് നേട്ടം. വിവാഹ ആവശ്യത്തിന് സ്വർണ്ണാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവരെ ഭൂരിഭാഗവും നിലവിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഒട്ടുമിക്ക വ്യാപാരികളും പറയുന്നുണ്ട്.